ഞങ്ങൾക്ക് വേണ്ടി സർവേശ്വരോട് പ്രാർത്ഥിക്കണമേ. എന്തെന്നാൽ കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റു. പ്രാർത്ഥിക്കാം. സർവേശ്വര, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ശംസിഹായുടെ ഉത്ഥാനത്താൽ ലോകത്തെ ആനന്ദിപ്പിക്കുവാൻ അങ്ങാത്തൊരു മനസ്സായല്ലോ. അവിടുത്തെ മാതാവായ കന്യാമറിയമൊക്കെ ഞങ്ങൾ നിത്യാനന്ദം പ്രാപിക്കുവാൻ അനുഗ്രഹം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങേ പ്രകാശം ഞങ്ങളിൽ വീശുകയും അങ്ങേ ആഗമനത്താൽ ഞങ്ങളെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യരഹസ്യത്തിൽ ഞങ്ങളെ പങ്കാളികളാക്കണമേ. മലാഖമാരുടെ ഗണങ്ങളോടുകൂടെ അങ്ങേ ആരാധ്യമായ ത്രിത്വത്തെയും കൃതജ്ഞതാപൂർവ്വം പാടി പുകഴ്ത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്മേലും അധികാരമുള്ള സൃഷ്ടാവും സൃഷ്ടിയുടെ സേവനം ആവശ്യമില്ലാത്തവനും തന്റെ ജ്ഞാനത്തിൽ ഭൗമികർക്കും മലാഖമാർക്കും അപ്രാപ്യനും സകലത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. ഭൂവാസികളെ കർത്താവേ സ്തുതിക്കുവിൻ. പ്രകാശദാതാവായ കർത്താവേ, നിനക്ക് ഞങ്ങളെ സ്തുതി സമർപ്പിക്കുന്നു. ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ. സന്തോഷപൂർവം അവിടുത്തെ പൂജിക്കുവിൻ. കീർത്തനങ്ങളെ പാടിക്കൊണ്ട് നമ്മുടെ കർത്താവും ദൈവവുമായ അവിടുത്തെ തിരുമുൻപിൽ പ്രവേശിക്കുവിൻ. അവിടുന്ന് നമ്മുടെ സൃഷ്ടാവാകുന്നു. നാം അവിടുത്തെ അജങ്ങളും ജനവുമാകുന്നു. സ്തോത്രങ്ങളെ പാടിക്കൊണ്ട് അവിടുത്തെ വാതിലുകളെ കടക്കുവിൻ. കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അങ്കണത്തിലേക്ക് പ്രവേശിക്കുവിൻ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവിടുത്തെ നാമം കീർത്തിക്കുവിൻ. കർത്താവ് നല്ലവനും കാരുണ്യവാനുമാകുന്നു. അവിടുത്തെ വിശ്വസ്തത എന്നും നിലനിൽക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കുമാമീൻ. ഭൂവാസികളെ കർത്താവേ സ്തുതിക്കുവിൻ. പ്രകാശദാതാവായ കർത്താവേ, നിനക്ക് ഞങ്ങളെ സ്തുതി സമർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവും സകലർക്കും പ്രകാശം നൽകുന്നവനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. അത്യുന്നതന്റെ സംരക്ഷണമുള്ളവരും ദൈവത്തിന് നടുവിൽ ജീവിക്കുന്നവരും ഭാഗ്യവാനാകുന്നു. ഞങ്ങളുടെ രക്ഷകനായ മിശിഹായേ, നിന്നിലുള്ള പ്രത്യാശ സ്തുത്യർഹമാകുന്നു. അത്യുന്നതന്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു. എന്റെ ആശ്രയവും സംഗീതവും അങ്ങാകുന്നുവെന്ന് കർത്താവിനോട് പറയുക. ദുഷ്ടന്മാരുടെ കടിയിൽ നിന്നും വ്യർത്ഥമായ സംഭാഷണത്തിൽ നിന്നും അവിടുന്ന് നിന്നെ രക്ഷിക്കും. തന്റെ തൂവലുകളെ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. തന്റെ ചിറകുകളുടെ കീഴിൽ അവിടുന്ന് നിന്നെ കാത്തുകൊള്ളും. രാത്രിയുടെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രവും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ മുഴങ്ങുന്ന വചനവും മധ്യാഹ്നത്തിലടിക്കുന്ന കൊടുങ്കാറ്റും നീയൊട്ടും പേടിക്കേണ്ട. 1000 നിന്റെ പാർശ്വഭാഗത്ത് വീഴും, 10,000 നിന്റെ വലത് ഭാഗത്ത്, എങ്കിലും അവരാരും നിന്നെ സ്പർശിക്കില്ല. നീ അവരെയെല്ലാം കാണും. ദുഷ്ടന് കിട്ടുന്ന പ്രതിഫലം നീ ദർശിക്കും.
നിനക്ക് യാതൊരു തിന്മയും വരികയില്ല, ബാധകൾ നിന്റെ കൂടാരത്തെ ഉപദ്രവിക്കുകയില്ല. വഴികളിൽ നിന്നെ സംരക്ഷിക്കുവാൻ അവിടുന്ന് മാലാഖമാരോട് കൽപ്പിക്കാം. നിന്റെ പാദം കല്ലിന്മേൽ തട്ടാതെ കരങ്ങളിൽ നിന്നെ അവർ വഹിച്ചുകൊള്ളും. സർപ്പത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കാം. സിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ ചവിട്ടി മെതിക്കും. എന്നോട് പ്രാർത്ഥിച്ചത് കൊണ്ട് ഞാൻ അവനെ രക്ഷിക്കാം. എന്റെ നാമം അറിഞ്ഞതുകൊണ്ട് ഞാൻ അവനെ ശക്തിപ്പെടുത്തും. എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ അവന് ഉത്തരമരുളും. അവന്റെ സങ്കടകാലങ്ങളിലെല്ലാം ഞാൻ അവന്റെ കൂടെയുണ്ടായിരിക്കും. ശക്തിയും ബഹുമാനവും അവന് ഞാൻ നൽകും. ദീർഘായുസ് നൽകിക്കൊണ്ട് അവനെ ഞാൻ തൃപ്തനാക്കാം. രക്ഷിക്കുവാനുള്ള എന്റെ കഴിവ് അവനെ കാണിക്കുകയും ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അത്യുന്നതന്റെ സംരക്ഷണമുള്ളവരും ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവരും ഭാഗ്യവാനാകുന്നു. ഞങ്ങളുടെ രക്ഷകനായ മിശിഹായേ, നിന്നിലുള്ള പ്രത്യാശ സ്തുത്യർഹമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മനുഷ്യവർഗത്തിന്റെ സൃഷ്ടാവും പരിപാലകനുമായ കർത്താവേ, അങ്ങ് ഞങ്ങളുടെ സംഗീതവും ആശ്രയവുമാകുന്നു. അങ്ങിൽ അഭയം തേടുകയും അങ്ങേ നാമം വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും നിരാശരാവുകയില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എന്റെ ആത്മാവേ കർത്താവേ സ്തുതിക്കുക. ദൈവമേ, സ്തുതി അങ്ങേക്ക് യോഗ്യമാകുന്നു. എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് ഏറ്റവും വലിയവനാകുന്നു. മഹത്വം തേജസ്സും അങ്ങ് ധരിച്ചിരിക്കുന്നു. പ്രകാശം മേലങ്കിയായി അണിഞ്ഞിരിക്കുന്നു. കൂടാരത്തിന്റെ ആകൃതിയിൽ ആകാശത്തെ അവിടുന്ന് വിരിച്ചു നിർത്തി. വെള്ളത്തിനു മുകളിലായി തന്റെ മാളികകളെ നിർമ്മിച്ചു. മേഘങ്ങളെ വാഹനമാക്കി കാറ്റിന്റെ ചിറകുകളിൽ സഞ്ചരിച്ചു. അവൻ തന്റെ ദൂതന്മാരെ അശരീരികളായും തന്റെ ശുശ്രൂഷകരെ ജ്വലിക്കുന്ന അഗ്നിയായും സൃഷ്ടിച്ചു. ഒരിക്കലും ഇളകാതിരിക്കുവാൻ ഭൂമിയെ അടിത്തറയിൽ ഉറപ്പിച്ചു. വസ്ത്രം കൊണ്ടെന്ന പോലെ ആണി കൊണ്ടതിനെ ആവരണം ചെയ്തു. വെള്ളം പർവ്വതങ്ങൾക്ക് മീതെ നിന്നു. അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അത് പ്രവഹിക്കുകയും ഇടിമുഴക്കുമ്പോൾ അത് വിറയ്ക്കുകയും ചെയ്യുന്നു. അവിടം നിശ്ചയിച്ച സ്ഥാനങ്ങളിലെ മലകളും താഴ്വരകളും ഉണ്ടായി. ജലം ഭൂമിയെ മൂടാതിരിക്കുവാൻ അതിന് നിശ്ചയിച്ചു. നീർച്ചാലുകളെ നദിയിലേക്ക് തിരിച്ചുവിട്ടു. അവ മലയിടുക്കിലൂടെ ഒഴുകിപ്പോകുന്നു. വനത്തിലെ മൃഗങ്ങളെല്ലാം അവയിൽ നിന്നും കുടിക്കുന്നു. കാട്ടുകഴുതകളും ദാഹം തീർക്കുന്നു. ആകാശത്തിലെ പറവകൾ അവയ്ക്ക് സമീപം കൂടുകെട്ടി. മരച്ചില്ലകളിൽ നിന്ന് അവ പാട്ടുപാടി. മാളികയിൽ നിന്ന് അവിടുന്ന് മലകളെ നനയ്ക്കുന്നു. അവിടുത്തെ പ്രവൃത്തിയുടെ ഫലമനുഭവിച്ച് ഭൂമി തൃപ്തിയടയുന്നു. അവിടം മൃഗങ്ങൾക്ക് വേണ്ടി പുല്ല് മുളപ്പിക്കുന്നു. മനുഷ്യനാഹാരം ഉണ്ടാക്കുവാൻ സസ്യങ്ങളിൽ കിളിർപ്പിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും
എന്നേക്കും ആമേൻ. എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. ദൈവമേ, സ്തുതി അങ്ങേക്ക് യോഗ്യമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സ്വർഗീയമായ തേജസ്സിനാൽ സകല സൃഷ്ടികളെയും ആനന്ദിപ്പിക്കുന്ന കർത്താവേ, പ്രകാശത്തിന്റെ സൃഷ്ടാവും തന്റെ കരുണയാൽ ഇരുളിനെ ക്രമപ്പെടുത്തിയിരിക്കുന്നവനും അങ്ങാകുന്നു. ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവ് മഹത്വത്തോടെ ഭരിക്കുന്നു. നിത്യനായ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവ് മഹത്വത്തോടെ ഭരിക്കുന്നു. അവിടുന്ന് ശക്തിയും ബലവുമുള്ളവനായി. ഇളകാത്ത വിധം ഭൂമിയെ സൃഷ്ടിച്ചു. അതിനെ അവിടുന്ന് ഉറപ്പിച്ചു നിർത്തി. യുഗങ്ങൾക്കെല്ലാം മുമ്പ് തന്നെ അങ്ങേ സിംഹാസനം സുസ്ഥിരമാണല്ലോ. കർത്താവേ, അങ്ങ് നാനാദിയാകുന്നു. നദികളിൽ ഓളങ്ങളുണ്ടാവുകയും അവ ഇരമ്പിക്കളയുകയും ചെയ്തു. കടലിലെ തിരമാലകളെക്കാളും മലവെള്ളത്തിന്റെ മുഴക്കത്തെക്കാളും ഉന്നതങ്ങളിൽ കർത്താവ് ശക്തനാണല്ലോ. അങ്ങേ നിയമങ്ങളിൽ വിശ്വാസ്യങ്ങളാകുന്നു. വിശുദ്ധി അങ്ങേ ഭവനത്തിന് ചേർന്നതാകുന്നു. ജനപദങ്ങളെ കർത്താവിനെ സ്തുതിക്കുവിൻ. ഭൂവാസികളെ കർത്താവിനെ പുകഴ്ത്തുവിൻ. അവിടുത്തെ സ്നേഹം അനന്തമാകുന്നു. തന്റെ വാഗ്ദാനം അവിടുന്ന് പൂർത്തിയാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. എല്ലാ ശ്വാസോച്ഛ്വാസത്തിലും നമുക്ക് കർത്താവെ സ്തുതിക്കാം. പ്രകാശമായ മിശിഹായേ, നിന്നെ ഞങ്ങളെ സ്തുതിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നിത്യമായ പ്രകാശവും പിതാവിന്റെ തേജസ്സുമായ മിശിഹായേ, മനുഷ്യവർഗത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങ് ലോകത്തിൽ ഉദിക്കുകയും നിത്യജീവന്റെ ആശാകരണങ്ങൾ വീശുകയും ചെയ്തു. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും ആമേൻ. വിജയം മരണത്തെ ഗ്രസിച്ചു. തിരുലിഖിതങ്ങളിലെ ഭജസുകളഞ്ഞോരും മകിലെ നിറവേറി. നമ്മുടെ പാപം വിഹരിപ്പാൻ ജീവൻ സ്വയം അവനർപ്പിച്ചു. വിലിഖിതമായതുപോലവന കല്ലറ വിട്ടിക മൂന്നാം നാൾ മഹിമയോടെ ജീവൻ പ്രാപിച്ചു. ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇത് ശ്രവിക്കും. കർത്താവെന്നിഹനാം രക്ഷകനീശോയെ നാവാൽ വാഴ്ത്തിടുകിൽ. ദൈവം കൃപയാൽ മൃതരിൽ നിന്ന് അവനുദ്ധാനം നൽകിയതായി ഉൾത്താരെങ്കിലുറപ്പോടെ വിശ്വാസം നിലനിർത്തിടുവിൽ. നാമെന്നും ജീവൻ നേടിയിടും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അർപ്പിക്കുന്നു. നാം മിശിഹാ കർത്താവിൽ നമ്മുടെ പ്രത്യാശ. ഭൗമിക ജീവിത സീമകളിൽ നാം അത് പരിമിതമാക്കിടുകിൽ. ഇതര ജനങ്ങളിലധികം ദുസ്തുതിയിലെ നിപരിച്ചിടും. ആ നിലയോ പാരം ദയനീയം. പുലരിൻ പ്രഭയിൽ കർത്താവേ സാമോദം നിന്ദാസരിത. സൃഷ്ടിക്കഹിലം രക്ഷകനാം നിൻ സ്തുതിഗീതം പാടുന്നു. സകലേശാ നിൻ കൃപയാലെ ശാന്തി നിറഞ്ഞൊരു ദിനവും നീ പാപപ്പൊറുതിയമരുളണമേ. നന്മയിലൂടെ നയിക്കണമേ. ശരണം പൊലിയാതെന്നാളും സുത
കാത്തരുളിയിടണമേ. ഞങ്ങൾക്കെതിരായൊരു നാളും വാതിലടയ്ക്കരുത് അഖിലേശ. നരവംശത്തിൻ വൈകല്യം അറിയും പാതകരിയണമേ. അർഹത നോക്കാത്ത വികലമായി പ്രതിസമ്മാനം നൽകണമേ. സ്നേഹവും ഐക്യവും അന്യോന്യം ശാന്തിയും ഇവിടെ വിതയ്ക്കണമേ. അജപാലനമൊരു കുറവെന്നേ ഫലമേകാരുടയാക്കണമേ. ആരോഗ്യം വരനേകണമേ. രോഗികളെ സുഖമാക്കണമേ. മർത്യകളത്തിൻ പാപങ്ങൾ കഴുകി വിശുദ്ധി വളർത്തണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സൃഷ്ടികളെല്ലാം അങ്ങേ ആഗമനം കാത്തിരിക്കുന്നു. സ്വർഗമാനോർസ്നേഹത്ത് അങ്ങേ വിശുദ്ധരോടുകൂടി നിത്യാനന്ദം അനുഭവിക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമേ. സകലത്തിന്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരൻ എന്നേക്കും ആമേൻ. ദൈവപിതാവിന് സ്വർഗതലത്തിൽ സതതം സ്തുതികളുയർന്നിടട്ടെ. ശാന്തി ജഗത്തെ നയിച്ചിടട്ടെ. ശരണം നരനു ലഭിച്ചിടട്ടെ. ആരാധനയും സ്തുതിയും ഞങ്ങൾ നിന്നാമത്തിനണച്ചിടുന്നു. ബാവാപുത്രൻ റോഹായെന്നീ മൂവരുമൊന്നായി വാണിടുന്നു. ദുർഗ്രഹമങ്ങിൽ ദൈവസ്വഭാവം നരനയനത്തിനദൃശ്യം തന്നെ. ഏറ്റവും ഉത്തമരാജൻ നീത, നാഥന്മാരുടെ നാഥൻ നീത. പരിശുദ്ധൻ നീ ഒരുവൻ മാത്രം, ബലവാനും നീ ഒരുവൻ മാത്രം. മൃത്യുവിഹീനൻ നീ ഏകൻ താൻ. മഹിതപ്രഭയിൽ വാണിടുന്നു. നിൻ സ്തുതി ഞങ്ങൾ പാടിയിടുന്നു. ഈശോ മിശിഹ വഴിയായെന്നും. അത്യുന്നതനുടെ സുതനിവനല്ലോ. രക്ഷകനോടി ഇവനെന്നാളും. നരകുലപാപം ചുമലിലെ താങ്ങും. ദൈവത്തിൻ കുഞ്ഞാടിവനല്ലോ. താനൻ തന്റെ വലത്തു ഭവിഷ്യൻ നാഥായാചൻ കേട്ടരുളേണം. എന്തെന്നാൽ നീ ദൈവം തന്നെ, നാഥൻ നീ അറിവോ ഞങ്ങൾ. ഞങ്ങളെ തോന്നി രാജാവല്ലോ. രക്ഷകനാം നീ തുണയേകുന്നു. പാപം പോക്കം നിന്നെ തന്നെ കാത്തു കഴിപ്പു കണ്ണുകളെല്ലാം. നാഥാനിൻ പ്രിയതാരനുമങ്ങേ റൂഹായ്ക്കുന്നതുപോലെ നിനക്കും. നിത്യം ഭൂവിനിൽ നിന്നു നിരന്തരം സ്തുതിഗീതങ്ങൾ ഉയർന്നിടട്ടെ. ഇന്നെന്നതുപോലെ നാളേക്കും നിൻ സ്തുതി മുഖരിതമായിടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങേ പ്രകാശം ഞങ്ങളിൽ കർത്താവേ, അങ്ങേ നാമം പരിശുദ്ധമാകുന്നു. അങ്ങേ ആലയം പരിശുദ്ധമാകുന്നു. അങ്ങേ ആരാധിക്കുന്ന സ്വർഗവാസികൾ പരിശുദ്ധരാകുന്നു. ഞങ്ങളുടെ ഹൃദയമായ ദേവാലയത്തെ അങ്ങ് പൗത്രീകരിക്കണമേ. ഞങ്ങളുടെ മനസ്സാക്ഷിയെ നിർമ്മലമാക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ മോചിക്കണമേ. സകലവും വിശദീകരിക്കുന്ന ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, കാരുണ്യപൂർവ്വം ഞങ്ങളെ അനുഗ്രഹിക്കുകയും ആപത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. സ്നേഹം നിറഞ്ഞ അങ്ങേ പരിപാലന തണലിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും ആമേൻ.
കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങേ മഹത്വമേറിയ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അപേക്ഷയും മാറിയ ഔസേപ്പിന്റെയും വിശ്വസ്തന്മാരുടെയും പ്രാർത്ഥനകളും ഞങ്ങളുടെ പിതാവായ മാർത്തോമാസ്ലിഹായുടെയും വർഗീസിന്റെയും മറ്റു വേദസാക്ഷികളുടെയും മൽപ്പാന്മാരുടെയും മറ്റ് സകല വിശുദ്ധരുടെയും മധ്യസ്ഥതയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. അവൻ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടപിശാചിലും അവന്റെ സൈന്യങ്ങൾ സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. ദൈവത്തിന് സ്തുതിയും മലാഹമാർക്ക് വണക്കവും സാത്താനുടെ ലജ്ജയും ശ്രീവായ്ക്ക് വന്ദനവും തിരുസഭയ്ക്ക് മഹത്വവും മരിച്ചവർക്ക് ഉയർത്തും അനതാപികൾക്ക് പ്രതിയും തടവുകാർക്ക് മോചനവും രോഗികൾക്ക് ആരോഗ്യവും ലോകത്തിന് ശാശ്വതമായ സമാധാനവും കൈവരട്ടെ. പാപികളും ബലഹീനരുമായ ഞങ്ങൾ ലോകത്തിലുള്ള സകല സൃഷ്ടികൾക്കും ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും സമൃദ്ധമായി ലഭിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനും ശാന്തി പ്രത്യാശയും എന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനും ശാന്തി പ്രത്യാശയും എന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനും ശാന്തി പ്രത്യാശയും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിന് വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ നൽകിയ ദിവ്യരഹസ്യങ്ങൾ പ്രത്യാശയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാര ബലിയെ ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാനും അങ്ങയുടെ തിരുക്കുമാരന്റെ ഉദ്ധാനത്തെ നിരന്തരം പ്രകീർത്തിക്കുവാനും നിങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ സൈന്യങ്ങൾ തന്നെ അതിനാഥൻ നമ്മോടൊത്ത് വസിക്കുന്നു. യാക്കോബിൻ ബലവാൻ ദൈവം ഓർക്കുകിൽ നമ്മുടെ അവലംബം. കരഘോഷങ്ങൾ മുഴങ്ങിടും തിരുസന്നിധിയിൽ ജനതകളെ, ആഹ്ലാദാരവമുയരട്ടെ ദൈവത്തിൻ തിരുഭവനത്തിൽ. ദൈവസ്തുതികൾ പാടിടുവിൻ, സ്തോത്രം ചെയ്തു പുകഴ്ത്തിടുവിൻ, കീർത്തനഗീതം ഇട്ടിടുവിൻ, നമ്മുടെ രാജാവ് അവനല്ലോ. കീർത്തനഗീതം പാടിയിടാം ജനതയ്ക്കെല്ലാം അതിനാഥം നിത്യം വാഴും ത്രോണോസിൽ. കർത്താവുന്നതനാകുന്നു, സ്തുത്യർഹൻ നിജ നഗരത്തിൽ. ഉന്നതനവനുടെ പുണ്യഗിരി, മണ്ണിന് മുഴുവൻ സാഘോഷം. താരകമതുപോലാത്മജനം റോഹായ്ക്കും സ്തുതിയെന്നേക്കും, ആദി മുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം നിങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ, സ്വർഗത്തിൽ നിന്നും പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ നീക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. അങ്ങേക്ക് നന്ദി പറയുന്നത് ഉത്തമമാകുന്നു, അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരുമാകുന്നു. സകലത്തിന്റെയും നാഥായ ശബ്ദമുയർത്തി പാടിടുവിൻ സർവ്വ
പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്തിനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. ആദ്യം മുതൽ നീക്കുവാങ്ങി പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്തിനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സിദ്ധനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്റെ സഹോദരരെ, നിങ്ങൾ ഇന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ആകാശമേ ആനന്ദഗാനം ആലപിക്കുക, ഭൂമിയെ ആർത്ത് വിളിക്കുക, മലകളെ ആർത്ത് പാടുക. കർത്താവ് തന്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു. ദുരിതം അനുഭവിക്കുന്ന തന്റെ ജനത്തോട് അവിടുന്ന് കരുണ കാണിക്കും. സിയോൻ പറഞ്ഞു, കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, എന്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ മതിലുകൾ എപ്പോഴും എന്റെ മുൻപിലുണ്ട്. നിന്റെ നിർമ്മാതാക്കൾ നിന്നെ നശിപ്പിച്ചവരെക്കാൾ വേഗമുള്ളവരാണ്. നിന്നെ വിജനമാക്കിയവർ നിന്നിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. ചുറ്റും നോക്കുക, അവർ ഒന്ന് ചേർന്ന് നിന്റെ അടുക്കൽ വരുന്നു. കർത്താവായ ഞാൻ ശപഥം ചെയ്യുന്നു, നീ അവരെ ആഭരണമായി അണിയും. വധുവിനെ പോലെ നീ അവരെ നിന്നോട് ചേർക്കും. നിന്റെ പാഴ്നിലങ്ങളും വിജനദേശങ്ങളും കൊള്ളയടിക്കപ്പെട്ട സ്ഥലങ്ങളും അധിവാസത്തിന് തികയുകയില്ല. നിന്നെ വിഴുങ്ങിയവർ അകന്നു പോകും. സന്താനങ്ങൾ നഷ്ടപ്പെട്ടെന്നോർത്ത് ദുഃഖിക്കുന്ന നിന്നോട് അവർ തിരിച്ചുവെന്ന് പറയും, ഈ സ്ഥലം എനിക്ക് പോരാ, എനിക്ക് വസിക്കാൻ ഇടം തരിക. അപ്പോൾ നീ ഹൃദയത്തിൽ പറയും, വന്ധ്യയും പുത്രഹീനയും പ്രവാസിനിയും പരിത്യക്തിയുമായിരുന്ന എനിക്ക് ഇവർ എങ്ങനെ ജനിച്ചു? ആരിവരെ വളർത്തി? ഞാൻ ഏകാകിനിയായിരുന്നിട്ടും അവർ എവിടെ നിന്ന് വന്നു? ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജനതകൾക്ക് നേരെ ഞാൻ കരമുയർത്തുകയും അവർക്ക് അടയാളം കൊടുക്കുകയും ചെയ്യും. അവർ നിന്റെ പുത്രന്മാരെ മാറിലണച്ചും പുത്രിമാരെ തോളിലേറ്റിയും കൊണ്ടുവരും. രാജാക്കന്മാർ നിന്റെ വളർത്തുപിതാക്കന്മാരും രാജ്ഞിമാർ വളർത്തമ്മമാരുമായിരിക്കും. അവർ നിന്നെ സാഷ്ടാംഗം വണങ്ങുകയും നിന്റെ കാലിലെ പൊടി നനയ്ക്കുകയും ചെയ്യും. ഞാനാണ് കർത്താവ് എന്നപ്പോൾ നീ അറിയും. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ലജ്ജിതരാവുകയില്ല. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. സ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങൾ എന്നുള്ള വായന. ഗുരു ആസ്വദിക്കണമേ. സമറിയാക്കാർ ദൈവവചനം സ്വീകരിച്ചെന്ന് കേട്ടപ്പോൾ ജെറുസലേമിലുള്ള സ്ലീഹന്മാർ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുത്തേക്ക് അയച്ചു. അവർ ചെന്ന് അവർ പരിശുദ്ധാത്മാവെ സ്വീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്തെന്നാൽ അതുവരെ പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെയും മേൽ ആവസിച്ചിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ മാമോദീസ സ്വീകരിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. പിന്നീട് അവർ അവരുടെ മേൽ
ശിമിയോൻ അവർക്ക് പണം കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഞാൻ ആരുടെ മേൽ കൈകൾ വച്ചാലും അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കേണ്ടതിന് ഈ അധികാരം എനിക്കും തരിക. പത്രോസ് അവനോട് പറഞ്ഞു, നിന്റെ വെള്ളിത്തുട്ടുകൾ നിന്നോട് കൂടെ നശിക്കട്ടെ. എന്തെന്നാൽ ദൈവത്തിന്റെ ദാനം പണം കൊടുത്ത് നേടാമെന്ന് നീ കരുതി നിനക്ക് ഈ കാര്യത്തിൽ അംശമോ അവകാശമോ ഉണ്ടായിരിക്കില്ല. എന്തെന്നാൽ നിന്റെ ഹൃദയം ദൈവസാന്നിധ്യത്തിൽ ഋജുവല്ല. അതിനാൽ നിന്റെ ഈ ദുഷ്ടതയിൽ നിന്ന് നീ മാനസാന്തരപ്പെടുകയും കർത്താവിനോട് അപേക്ഷിക്കുകയും ചെയ്യുക. ഒരുപക്ഷെ നിന്റെ ഹൃദയ വിചാരത്തിന് മാപ്പ് ലഭിക്കും. എന്തെന്നാൽ നീ കടുത്ത വിദ്വേഷത്തിലും അനീതിയുടെ ബന്ധനത്തിലുമാണെന്ന് ഞാൻ കാണുന്നു. ശിമിയോൻ മറുപടി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്ക് വന്ന് ഭവിക്കാതിരിക്കാൻ എനിക്ക് വേണ്ടി നിങ്ങൾ കർത്താവിനോട് അപേക്ഷിക്കുന്നു. അവർ കർത്താവിന്റെ വചനം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അത് പ്രസംഗിച്ചുകൊണ്ടും ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. അവർ സമറിയാക്കാരുടെ അനേകം ഗ്രാമങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു. കർത്താവിന് സ്തുതി. പ്രകീർത്തനം ആലപിക്കുവാനായി നിങ്ങൾ എഴുന്നേൽക്കുവിൻ. സർവചരാചരവും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ ധാനത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം എന്നീ വേദികയിൽ. തന്മഹിമാവല്ലോ വാനിലും ഭൂമിയിലും തിങ്ങി വിളങ്ങുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ ധാരത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും ഗുഹായും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ ധാരത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ ധാനത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ നീ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. സഹോദരരെ,
പൗലോസ്ലീഹ എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം കർത്താവേ ആശീർവദിക്കുന്നു. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അപരാധങ്ങളാലും പാപങ്ങളാലും നിങ്ങൾ മൃതരായിരിക്കെ ഇവയിൽ അലക്സനക്കേണ്ട മക്കൾ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തിയുടെ അധീശനെ അനുസരിച്ച് ഈ ലോകത്തിന്റെ ഗതി അനുസരിച്ച് നിങ്ങൾ ഒരിക്കൽ ചരിച്ചു. ജഡത്തിന്റെയും ഭാവനകളുടെയും ഇംഗിതങ്ങൾക്ക് വഴങ്ങി വ്യാപരിച്ച് അവരോടൊപ്പം നാം എല്ലാം ഒരിക്കൽ ജീവിച്ചിട്ടുണ്ട്. നമ്മൾ ജഡമോഹങ്ങളിൽ മറ്റുള്ളവരെ പോലെ സ്വാഭാവികമായ ക്രോധത്തിന്റെ മക്കളായി. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച അവിടുത്തെ വലിയ സ്നേഹത്താൽ അപരാധങ്ങൾ മൂലം നമ്മൾ മരിച്ചവരായിരിക്കെ മിശിഹായോടെ നമ്മെ ജീവിപ്പിച്ച് കൃപയാലാണ് നിങ്ങൾ രക്ഷിതരായത്. ഈശോ മിശിഹായോട് കൂടെ ഉയർപ്പിച്ച് നമ്മെ സ്വർഗത്തിൽ ഒപ്പമിരുത്തി. അവിടുന്ന് ഈശോ മിശിഹായിൽ നമ്മോട് കാട്ടിയ ദയയിലെ അപരിമേയമായ കൃപാസമൃദ്ധി വരാനിരുന്ന കാലങ്ങളിൽ വ്യക്തമാക്കാനാണ് ഇത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാടാമായി ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെന്നും പാടിയിടുന്നു ഭൂതലമഖിലം മോദിക്കട്ടെ. ഹല്ലേലൂയ, പാടാം ഒന്നായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരയും കടലും തടവില്ലാതെ സ്വരം ഉച്ചത്തിലുയർത്തിയിടട്ടെ. കർത്താവിൻ സ്തുതി പാടുക മോദം ആനന്ദത്താൽ ആർപ്പുവിളിപ്പിൻ. ഹല്ലേലൂയ, പാടുക ഒന്നായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. താരനും അതുമുൻ സ്തുതിയും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദിമുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമീൻ. ഹല്ലേലൂയ, പാടാം ഒന്നായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്നും പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ചുകൊണ്ട് കർത്താവേ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. അപ്പോൾ അവന്റെ ശിഷ്യന്മാരിൽ ചിലർ പരസ്പരം പറഞ്ഞു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുമെന്നും ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നുവെന്നും അവൻ നമ്മോട് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അവർ തുടർന്നു, അല്പസമയം എന്നതുകൊണ്ട് അവൻ എന്താണ് അർത്ഥമാക്കുന്നത്? അവൻ പറയുന്നത് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇക്കാര്യം അവർ തന്നോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി ഈശോ പറഞ്ഞു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുമെന്ന് ഞാൻ പറഞ്ഞതിനെ പറ്റി നിങ്ങൾ പരസ്പരം ചോദിക്കുന്നുവോ? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. സ്ത്രീക്ക് പ്രസവ വേദന ആരംഭിക്കുമ്പോൾ അവരുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു. എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചത് കൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർക്കുന്നില്ല. അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും.
നിങ്ങളുടെ ആ സന്തോഷമാരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയുമില്ല. അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയുമില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഇതുവരെ നിങ്ങൾ എന്റെ നാമത്തിലൊന്നും തന്നെ ചോദിച്ചിട്ടില്ല. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയില് ഏറെ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈശോ തന്റെ വചനത്തിലൂടെ ഇന്ന് നമ്മളെ കടത്തിവിടുമ്പോൾ ഒരുപക്ഷെ ഈശോ പറഞ്ഞ വചനങ്ങള് മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളില് അത് മനസ്സിലാക്കിക്കൊണ്ട് ഈശോ തന്നെ അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്ന സംഭവങ്ങള് വളരെ വിരളമായിട്ടാണെങ്കിലും സുവിശേഷത്തിന്റെ ഏടുകളിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട്. അപ്രകാരം താൻ പറഞ്ഞ വചനങ്ങള് ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈശോ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് ശ്രമിക്കുന്ന വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ 16-ാം അധ്യായത്തിൽ 16 മുതലുള്ള വാക്യങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. പശ്ചാത്തലം ഇപ്രകാരമാണ്. ഈശോ തൻ്റെ ഈ ലോക ജീവിതം വിട്ട് പിതാവിന്റെ പക്കലേക്ക് പോകണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുന്നതാണ് പശ്ചാത്തലം. അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുമെന്നും വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല എന്നും, എന്നാൽ പിന്നീട് കാണുമ്പോൾ നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറുമെന്നും ഒക്കെ പറഞ്ഞ ഈശോയുടെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ ശിഷ്യന്മാർക്ക് പെട്ടെന്ന് ഗ്രഹിക്കുവാനായിട്ട് സാധിച്ചില്ല. പക്ഷെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഈശോയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു താൻ എന്താണ് പറയുന്നത് എന്ന്. ഇപ്പോൾ നിങ്ങൾ എന്നെ കാണുന്നുണ്ട് എങ്കിൽ തന്നെയും അല്പസമയം കഴിയുമ്പോൾ ഞാൻ പടയാളികളാല് ബന്ധിക്കപ്പെടുകയും ചമ്മട്ടി കൊണ്ട് അടിക്കപ്പെടുകയും ഇപ്രകാരം പീഡാസഹനങ്ങളിലൂടെ കടന്നു പോകുകയും ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ എന്നെ കാണുകയില്ല, നിങ്ങൾ എന്നിൽ നിന്നും ഓടിയകലും എന്ന് പറയുന്ന ഈശോ തുടർന്ന് നിങ്ങൾ എന്നെ കാണുമെന്ന് പറയപ്പെടുന്നതിലൂടെ താൻ മരിച്ച് സംസ്കരിക്കപ്പെട്ട് അടക്കപ്പെട്ട് അതിനുശേഷം 3-ാം നാൾ ഉത്ഥാനം ചെയ്തതിനു ശേഷം നിങ്ങൾ എന്നെ കാണും എന്ന് പറയുന്ന ഈശോയുടെ വാക്കുകൾ. അപ്പോൾ ഞാൻ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ ദുഃഖമെല്ലാം സന്തോഷമായിട്ട് മാറും. ആ സന്തോഷം നിങ്ങളിൽ നിന്ന് ആർക്കും എടുത്തു കളയുവാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു സന്തോഷമാണ് നിങ്ങൾക്ക് ഞാൻ നൽകുന്നത് എന്ന് ശിഷ്യന്മാർക്ക് ഉറപ്പ് കൊടുക്കുന്ന ഈശോ. ഇതെല്ലാമാണ് ഇന്നത്തെ ഈ വായനയിലൂടെ അല്ലെങ്കിൽ സുവിശേഷ ഭാഗത്തിലൂടെ ഈശോ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ. ഇതിന്റെ അർത്ഥതലങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കുവാനായിട്ട് സാധിക്കണം. ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ഈ ഉത്ഥാന കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന നമുക്ക് ഈശോ അന്ന് ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു വാക്യമുണ്ട്. വീണ്ടും ഞാൻ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ സന്തോഷം നിങ്ങളിൽ നിന്നും ആരും എടുത്തു കളയാതിരിക്കട്ടെ എന്ന്.
ഉത്ഥിതനായ മിശിഹായെ അനുഭവിക്കുന്ന ശിഷ്യ സമൂഹത്തിന്റെ സമാധാനത്തെ കുറിച്ചാണ് ഈശോയുടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഉത്ഥിതനായ മിശിഹായെ അനുഭവിക്കുന്ന സന്തോഷം മറ്റാർക്കും ഈ ലോകത്തിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയ ആ സന്തോഷം എടുത്തു മാറ്റുവാനായിട്ട് സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, ഈ ലോകത്തിലൂടെ കടന്നു പോകുന്ന നമുക്ക് ഇതിനേക്കാളും വലിയ സന്തോഷം മറ്റൊന്നില്ല എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ സന്തോഷത്തിന്റെ കാരണങ്ങള് നമ്മൾ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരിയേറെ കാരണങ്ങൾ നമ്മുടെ സന്തോഷങ്ങൾക്ക് നിദാനമാകാറുണ്ട്. ഒരു വിധത്തില് നമുക്ക് ധാരാളം സമ്പത്തുണ്ടാകുമ്പോൾ നമ്മൾ ഒത്തിരിയേറെ സന്തോഷിക്കാറുണ്ട്. പക്ഷേ 5000 രൂപ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ആ സന്തോഷം ദുഃഖമായിട്ട് മാറാറില്ല. നമ്മൾ വയറ് നിറച്ച് ഭക്ഷണം കിട്ടുമ്പോൾ ഒരുപക്ഷെ നമ്മൾ സന്തോഷിക്കും. പക്ഷെ ആ ഭക്ഷണം നമ്മുടെ വയറ് അസ്വസ്ഥമാക്കുമ്പോൾ നമുക്ക് ആ ഭക്ഷണത്തെ ദുഃഖകരമായിട്ടല്ലേ അനുഭവപ്പെടുന്നത്. നമ്മൾ സ്നേഹിക്കുന്ന ആളുടെ കൂടെയുള്ള സഹവാസം എപ്പോഴും നമുക്ക് സന്തോഷം പകരുന്ന കാര്യമാണ്. നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ ആ സ്നേഹിക്കുന്നയാള് നമ്മളെ എവിടെങ്കിലും കാരണത്താൽ ദുഃഖിപ്പിക്കുവാനായിട്ട് ഇടവരുമ്പോൾ, നമ്മളുടെ സ്നേഹം കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ, നമ്മുടെ സ്നേഹത്തിന് തത്തുല്യമായിട്ടുള്ള പ്രതിസ്നേഹം നമുക്ക് നൽകാതെ വരുമ്പോൾ ഒരുപക്ഷെ അത്തരത്തിലുള്ള സന്തോഷങ്ങളും നമുക്ക് ദുഃഖകരമായിട്ട് മാറാറുണ്ട്. ഈ വാക്യങ്ങളിലൂടെയൊക്കെ അർത്ഥം നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഈ ലോകത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സന്തോഷങ്ങളൊന്നും നമുക്ക് പൂർണ്ണത നൽകുന്നില്ല എന്നുള്ള സത്യങ്ങളാണ്. ഈശോ ഈ ലോകത്തിലൂടെ കടന്നു പോയപ്പോൾ അനുഭവിച്ച ഒരു സന്തോഷത്തിലേക്കാണ്, പറഞ്ഞ ഒരു സന്തോഷത്തിലേക്കാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ ഈശോ നമ്മളെ ക്ഷണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഉത്ഥിതനായ ഈശോയെ അനുഭവിക്കുന്ന സന്തോഷം. ഈ സന്തോഷമാണ് നിലനിൽക്കുന്ന സന്തോഷം. ലോകം നിങ്ങളെ ദ്വേഷിക്കും, ലോകം നിങ്ങളെ വെറുക്കും, എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കും എന്ന് പറയുന്ന ഈശോയുടെ വാക്കുകൾ. ഞാൻ സ്നേഹിക്കുന്നത് പോലെ ഈ ലോകത്തിൽ മറ്റാരും സ്നേഹിക്കുകയില്ല. ഞാൻ നൽകുന്ന സന്തോഷത്തെ പോലെ മറ്റാരും നിങ്ങൾക്ക് സന്തോഷം നൽകുകയില്ല എന്ന് പറയുന്ന ഈശോയുടെ ഉറപ്പുള്ള ഉത്തിതന്റെ സ്നേഹത്തെയും സാന്നിധ്യത്തെയും നമ്മൾ അനുഭവിക്കുവാൻ പഠിക്കുമ്പോൾ, അനുഭവിക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തില് യഥാർത്ഥത്തിലുള്ള സന്തോഷത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. ഈ സന്തോഷമായിരിക്കട്ടെ നിലനിൽക്കുന്ന സന്തോഷമായിട്ട് നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും എന്ന് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ദുഃഖങ്ങൾക്ക് കാരണങ്ങൾ ഒത്തിരിയേറെ ഉണ്ട് എന്ന് നമുക്കറിയാം. ഓരോരുത്തരെയും എന്നെ ശ്രമിക്കുന്ന, ഈശോയുടെ വചനം ശ്രമിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഒന്ന് ആഴ്ന്നിറങ്ങുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ദുഃഖങ്ങൾക്ക് കാരണങ്ങൾ വ്യത്യസ്തങ്ങളാണ് എന്നുള്ളതാണ് സത്യം. എൻ്റെ ജീവിതത്തിൽ വരുന്ന ദുഃഖങ്ങൾക്ക് കാരണങ്ങളായിരിക്കുകയില്ല ഇവിടെ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ദുഃഖങ്ങൾ. ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ ഉള്ളതിനാൽ ഓരോരുത്തരുടെയും ദുഃഖങ്ങൾ വ്യത്യസ്തങ്ങളാണ് എന്നുള്ളതാണ് സത്യം. പക്ഷെ ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങളുടെ ഈ ദുഃഖം സന്തോഷമായിട്ട് മാറും എപ്പോഴാണ് നിങ്ങൾ എന്നെ ഉൾക്കൊള്ളുമ്പോൾ, എന്നെ സ്വീകരിക്കുമ്പോൾ. ഇന്നോളം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ നടപ്പിലായിട്ടില്ല എങ്കിൽ അതെല്ലാം നിങ്ങളുടെ ദുഃഖങ്ങൾക്ക് കാരണങ്ങളാണ്. പക്ഷെ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക, ഇന്നോളം നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ എൻ്റെ പുത്രനായ ഈശോയുടെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്ന കാര്യങ്ങളെല്ലാം അവൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ ഇപ്രകാരം ഒന്ന് ക്രോഡീകരിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതായത്, എൻ്റെ നാമത്തിൽ നിങ്ങൾ ഇതുവരെയും ഒന്നും ചോദിച്ചിട്ടില്ല, ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും
അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. അതുകൊണ്ട് ഇന്നത്തെ വചനത്തിലൂടെ ഈശോ നമ്മളെ ഒരു പുതിയ പ്രാർത്ഥനയുടെ ശൈലി പഠിപ്പിക്കുകയാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്രകാരം നമ്മുടെ പ്രാർത്ഥനകളെ ഒന്ന് ക്രോഡീകരിക്കുവാനായിട്ടൊന്ന് ശ്രദ്ധിച്ച്, കർത്താവായ ദൈവമേ, അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ അപേക്ഷിക്കുന്ന ഈ കാര്യം എനിക്ക് വേണ്ടി സാധിച്ചു തരണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിച്ചു നോക്കാം. ഈശോയുടെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന ഏത് കാര്യവും പിതാവ് നമുക്ക് വേണ്ടി നൽകും എന്നുള്ളതാണ് ഈശോയുടെ വചനത്തിന്റെ ഈ വാഗ്ദാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വചനം നമ്മളെ ഇന്ന് പുതിയ ഒരു പ്രാർത്ഥനയുടെ കൂടും ഭാവവും നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകള് ഇപ്രകാരം ഒന്ന് പ്രാർത്ഥിക്കുക. മനസ്സുകളിൽ നമുക്ക് ആ പ്രാർത്ഥനകൾ ഒന്നുകൂടെ ഉരുവിട്ടുകൊണ്ടിരിക്കാം. കർത്താവായ ദൈവമേ, ഈശോയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ അപേക്ഷിക്കുന്ന, എന്നിട്ട് നമ്മളുടെ നിയോഗം പറയുക. ഈ നിയോഗത്തെ പിതാവേ അവിടുന്ന് പുത്രന്റെ മഹത്വീകരണത്തിനായിട്ട് എനിക്ക് വേണ്ടി സാധ്യമാക്കി തരണമേ. കുറച്ചുകൂടെ അതിനെ ചുരുക്കി ഇപ്രകാരം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈശോയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ അപേക്ഷിക്കുന്ന, നമ്മുടെ നിയോഗം പറയുക. ആ നിയോഗത്തെ പിതാവെ സാധ്യമാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തില് പുതിയ ഒരു മാനം നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. നമ്മളുടെ സന്തോഷം എന്ന് പറയുന്നത് ഈ ഈശോയുടെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന ആ ഒരു ദൈവാനുഭവമാണ് എന്ന് നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ഈശോ ഈ ദൈവാനുഭവത്തിലാണ് യഥാർത്ഥത്തിൽ സന്തോഷം അനുഭവിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണല്ലോ ഈശോ പറയുന്നത്, ലോകം തരുന്നത് പോലെയുള്ള സന്തോഷമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ടാണ് ലോകത്തിലെ ഒരു കാര്യങ്ങളും ഈശോയെ അസ്വസ്ഥമാക്കാതിരുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ ഈശോ നന്മ ചെയ്തുകൊണ്ട് ഈ ലോകത്തിലൂടെ കടന്നു പോയപ്പോൾ ഈശോയുടെ ജീവിതത്തിൽ സംഭവിച്ചു. മനസ്സുകൾക്ക് അസ്വസ്ഥമാകാവുന്ന തരത്തിലുള്ള എത്രയോ കാര്യങ്ങൾ ഈശോയുടെ ജീവിതത്തിൽ സംഭവിച്ചു. ഈശോ വലിയ അത്ഭുത പ്രവർത്തകനായിട്ട്, രോഗശാന്തി ശുശ്രൂഷകനുള്ളവനായിട്ട് ഈ ലോകത്തിലൂടെ കടന്നു പോയപ്പോൾ ഈശോയ്ക്ക് അഭിമാനത്തോടുകൂടി ജീവിക്കുവാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ അവനെ കല്ലെറിയുവാനും അവനെ പഴിചാരുവാനും അവൻ പാപികളുടെ ആതിഥ്യം സ്വീകരിക്കുന്നുവെന്ന് പറയുവാനും ഒക്കെ ആഗ്രഹിച്ച ഒരു വലിയ സമൂഹം പ്രതികരണങ്ങളായിട്ട് ഈശോയുടെ കൂടെ നടന്നപ്പോഴും അതിനെയെല്ലാം ഈശോ അതിജീവിച്ചത് ഈ പിതാവിനോടുള്ള സ്നേഹത്തിന്റെ ആധിക്യം ഹൃദയത്തിൽ അനുഭവിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് യഥാർത്ഥത്തിലുള്ള സ്നേഹം എന്ന് പറയുന്നത് ദൈവാനുഭവത്തിൽ നിന്നും കിട്ടുന്ന നമ്മുടെ സ്നേഹമാണ്. പൗലോസ് അതാണല്ലോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, കൃപയിലാണ് നിങ്ങൾ ആഴപ്പെടേണ്ടത്. ഈ കൃപ എന്ന് പറയുന്നതാണ് ഈ ദൈവാനുഭവം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായിട്ട് പെന്തക്കോസ്താ ദിനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഈ ദൈവാനുഭവത്തിന് വേണ്ടി, ആപാനുഭവത്തിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കുവാനായിട്ട് സാധിക്കട്ടെ. ഞാൻ നൽകുന്ന സന്തോഷം നിങ്ങളിൽ നിലനിൽക്കുമെന്ന് പറയുന്നത് ഈ ആപാനുഭവത്തിന്റെ സന്തോഷമാണ്. ഈശോ തന്റെ ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുന്നത് തന്നെയാണ്. പിന്നീട് ഞാൻ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ സന്തോഷമുള്ളവരായി തീരും. ഈശോയുടെ ഉത്ഥാനത്തെ കുറിച്ച് ഈശോ മുൻകൂട്ടി പ്രവചിക്കുകയായിരുന്നു. എന്നിട്ട് ഈശോ പറയുന്നുണ്ട്, ഈ ഉത്ഥാന അനുഭവം അല്ലെങ്കിൽ ഈ സന്തോഷം നിങ്ങളിൽ നിന്നും ആരും എടുത്തു കളയുകയില്ല എന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് പിതാവിനോട് പ്രാർത്ഥിക്കുവാനായിട്ടുള്ളത്, ഈശോയുടെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുവാനായിട്ടുള്ളത് ഇത് തന്നെയാണ്. ഈ ഒരു ദൈവാനുഭവം ഞങ്ങൾക്ക് നൽകണമേ, ആപാനുഭവം ഞങ്ങൾക്ക് നൽകണമേ. അത് മതി കർത്താവേ, ഞങ്ങൾക്ക് ഇത് മതി എന്ന് പറയുന്ന ശിഷ്യന്മാരുണ്ടല്ലോ. പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ, ഞങ്ങൾക്കത് മതി. അപ്പോൾ ഈ ദൈവത്തിരുസന്നിധിയിൽ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ടുള്ളത്, ഞങ്ങൾക്കധികം സമ്പത്തോ ഞങ്ങൾക്കധികം ജീവിതത്തിന്റെ സുഖസൗകര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് ആവശ്യമായിട്ടില്ല. അതൊന്നും ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങളുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന് ഈ കാലഘട്ടം ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈശോ ദൈവത്തോട്, പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനുള്ളത് ഇതാണ്.
ദൈവമേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയത്തില് ആപ അനുഭവം തരണമേ, സന്തോഷം തരണമേ, ദൈവാനുഭവം തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കട്ടെ. ഏത് കാര്യങ്ങളുടെ നടുവിലും ഈ ദൈവാനുഭവത്തിൽ വളരുവാനായിട്ട്, ആപാനുഭവത്തിൽ നമ്മൾ വളരുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം എപ്പോഴും ഈ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളായ ഈ ആനന്ദത്തിൽ വളരുവാനായിട്ട് ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ആനന്ദത്തിൽ വളരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ഹൃദയത്തിലുള്ള ഒരു ആനന്ദം അത് ദൈവകൃപയായിട്ട് നമുക്ക് മാറുകയാണ്. അതുകൊണ്ട് ഈ ലോകത്തിലുള്ള മറ്റൊരു കാര്യത്തിനും ഈ ഹൃദയത്തിലെ ആനന്ദം നമുക്ക് നൽകുവാനായിട്ട് സാധിക്കില്ല. ഈ ഹൃദയത്തിൽ ആനന്ദം അനുഭവിക്കുന്നവർക്ക് ജീവിതത്തിനെ എല്ലാം നന്മയായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ജീവിതത്തിലെ ഹൃദയത്തിന് ആനന്ദം അനുഭവിക്കുന്നയാൾക്ക് ജീവിത പങ്കാളിയെയും മക്കളെയും എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് സാധിക്കും. ഈ ഹൃദയത്തിൽ ആനന്ദം അനുഭവിക്കുന്ന ആളുകൾക്ക് ദൈവമെല്ലാം നന്മയ്ക്കായി ക്രമപ്പെടുത്തി തരും എന്നുള്ള ഒരു ബോധ്യത്തിൽ ജീവിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ഈശോ ആഗ്രഹിച്ചത് തന്നെയാണ് ഈ ദൈവാനുഭവം, ഈ ആനന്ദം ഹൃദയത്തിന് അനുഭവിക്കുക. ഈശോയ്ക്ക് എപ്പോഴും ഈ ദൈവാനുഭവം എന്ന് പറയുന്നത്, ആപാനുഭവം എന്ന് പറയുന്നത് ഈ പിതാവിനോടുള്ള ഒരു ബന്ധമായിരുന്നു. ആ ബന്ധത്തിൽ ആഴപ്പെട്ടത് കൊണ്ടാണ് ജീവിതത്തിന്റെ ഏത് ക്ലേശങ്ങളുടെ അവസ്ഥയിലും, പീഡാസഹനങ്ങളുടെ സഹനങ്ങളുടെ അവസ്ഥയിലും, ഈ കുരിശുമരണത്തിന്റെ അവസരങ്ങളിലും ഒക്കെ ഈ ദൈവ അനുഭവത്തിൽ ആയിരിക്കുവാനായിട്ട് സാധിച്ചത്. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ഒരു കാര്യം മാത്രമാണ് പല ഈശോയുടെ വാക്കുകളുണ്ട്, പക്ഷെ പ്രാർത്ഥിച്ചത് ഇത് ഒന്ന് മാത്രമാണ്: പിതാവേ, എന്തുകൊണ്ടാണ് നീ എന്നെ ഉപേക്ഷിച്ചത്? എന്തുകൊണ്ടാണ് നീ എന്നെ ഉപേക്ഷിച്ചത്? ഈശോ ഇപ്രകാരം പ്രാർത്ഥിച്ചത് എന്തുകൊണ്ടായിരിക്കാം? ഈ ഒരു ശാരീരികമായിട്ടുള്ള ഒരു വേർപാടിനെ കഴിഞ്ഞും അപ്പുറത്ത് ഈശോ പ്രാർത്ഥിച്ചത് ഉള്ളിൽ ഈ ദൈവാനുഭവം ഒരുപക്ഷെ ഈ ശാരീരിക വേദനകളുടെ നടുവില് ഈശോയ്ക്ക് നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരുപക്ഷെ ഉള്ള മനസ്സിന്റെ ഒരു തേങ്ങലാണ് ഇപ്രകാരം പ്രാർത്ഥിക്കുവാനായിട്ട് ഈശോയെ പ്രേരിപ്പിച്ചത്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി നോക്കിക്കേ. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ സഹനങ്ങൾ വരുമ്പോൾ നമ്മൾ ചോദിക്കും, ദൈവം പോലും എന്നെ ഉപേക്ഷിച്ചോ? അപ്പോൾ യഥാർത്ഥത്തില് നമ്മുടെ ജീവിതത്തില് സഹനങ്ങൾ വരുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഈ ദൈവാനുഭവം നമ്മളിൽ ആഴപ്പെടുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ദൈവാനുഭവം നഷ്ടപ്പെടുന്നതായിരിക്കണം നമ്മുടെ മനസ്സിലെ വേദനയായിട്ട് മാറേണ്ടത്. അനുഭവം നഷ്ടപ്പെടുന്നതായിരിക്കണം നമ്മുടെ ഹൃദയത്തിലെ വേദനയായിട്ട് മാറേണ്ടത്. ആ വേദന, നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറുമെന്ന് പറയുന്നത് എപ്പോഴാണ്? ഈ അനുഭവത്തിലേക്ക്, ദൈവാനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴാണ് എന്ന് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന ഈശോ നമ്മളെയും ഇന്ന് പഠിപ്പിക്കുകയാണ്. എന്താണ്? നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. അത് ശാരീരികമായിട്ടുള്ള ദുഃഖങ്ങളല്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖങ്ങളല്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറുമെന്ന് പറയുമ്പോൾ ഈശോ പറയും, ഈ കൊറോണ വൈറസിന്റെ കാലഘട്ടങ്ങളിൽ ഈ രോഗമെല്ലാം മാറും, ഈ കാലഘട്ടങ്ങളിലെല്ലാം പ്രതിസന്ധികളെല്ലാം കടന്നു പോകും, നിങ്ങളുടെ ഈ കാലഘട്ടങ്ങൾക്ക് അപ്പുറത്ത് നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാകും എന്ന് ചിലപ്പോൾ നമ്മൾ അതിനെ നമ്മുടേതായിട്ടുള്ള സാധാരണ ഭാഷയിൽ അതിനെ മനസ്സിലാക്കും. പക്ഷേ ഈശോ ഈ വചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിലുള്ള സങ്കടം എന്ന് പറയുന്നത്, നമ്മുടെ ദുഃഖം എന്ന് പറയുന്നത് ഈ ദൈവാനുഭവത്തെ നഷ്ടപ്പെടുത്തിയതിലുള്ള ദുഃഖമായിരിക്കണം. അത്തരത്തിലുള്ള നമ്മുടെ ദുഃഖങ്ങളാണ് ഈ ഉദ്ധിതനായ മിശിഹായെ അനുഭവിച്ചറിയുന്ന കാലഘട്ടങ്ങളിൽ ഈശോ നൽകുന്ന സമാധാനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമ്മൾ സ്വീകരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ മനസ്സുകളെ നമ്മൾ ഒരുക്കുമ്പോൾ നമ്മുടെ ജീവിതം ആനന്ദകരമായിട്ട് തീരുന്നത്. അതുകൊണ്ട് ഈ ആനന്ദത്തിലേക്ക് ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കലാണ് ഓരോ വിശുദ്ധ കുർബാന അർപ്പണത്തിലും നമ്മൾ നടത്തുന്നത്. ഈ ആപാനുഭവം ഞങ്ങൾക്ക് നൽകണമേ. എത്രയോ പ്രാവശ്യം വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഈശോയെ പിതാവിനെ വിളിച്ചപേക്ഷിക്കുന്നുണ്ട്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ പ്രാവശ്യം നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ നഷ്ടപ്പെട്ടു പോയ ദൈവാനുഭവത്തെ ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകണമേ എന്നായിരിക്കണം നമ്മളുടെ ഈ വിശുദ്ധ കുർബാനയുടെ മധ്യേയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ.
ആ ദൈവാനുഭവം നമ്മൾ കിട്ടുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം നമുക്ക് ദാനമായിട്ട് ആ ദൈവാനുഭവം കൃപയായിട്ട്, പൗലോസ്ലിഹയുടെ വാക്കുകളിൽ പറഞ്ഞാൽ കൃപയായിട്ട് നൽകപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഈ സന്തോഷം ആർക്കും നമ്മുടെ ഉള്ളിൽ നിന്നും എടുത്തു മാറ്റുവാനായിട്ട് സാധിക്കുകയില്ല. ഞാൻ നൽകുന്ന സന്തോഷം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും എടുത്തു മാറ്റുവാനായിട്ട് ആർക്കും സാധിക്കുകയില്ല. ശരിയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ ആനന്ദം ആർക്കും നമുക്ക് നൽകുവാൻ സാധിക്കുകയുമില്ല. നമുക്ക് കിട്ടിയ ഈ ആനന്ദം ആർക്കും നമ്മളിൽ നിന്നും എടുത്തു മാറ്റുവാനായിട്ട് സാധിക്കുകയില്ല. എത്ര ക്ലേശങ്ങൾ ഉണ്ടായാലും, എത്ര സഹനങ്ങൾ ഉണ്ടായാലും, എത്ര തകർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെന്നാലും നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന ഈ സന്തോഷം ഒരു കാരണവശാലും നമ്മുടെ ഹൃദയത്തിൽ നിന്നും എടുത്തു മാറ്റുവാൻ ആർക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് ഈ ദിവസം വിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ദൈവാനുഭവം ഞങ്ങൾക്ക് നൽകണമേ. ഈശോയോട് ഒപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അവിടുത്തെ ദൈവ അനുഭവം ഞങ്ങൾക്ക് തരണമേ. ആവ അനുഭവം ഞങ്ങൾക്ക് തരണമേ. ആ അനുഭവത്തിൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഹൃദയത്തിന്റെ ആനന്ദത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട കർത്താവേ, ഞങ്ങൾക്കൊന്നും വേണ്ട. ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ആനന്ദം കിട്ടിയാൽ മതി. മറ്റൊന്നും ഞങ്ങൾക്ക് ഈ ഹൃദയത്തിന്റെ ഈ ആനന്ദവും സന്തോഷവും ഒക്കെ നൽകുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് ഞങ്ങൾ ഈ കാലഘട്ടങ്ങളിലൂടെ പഠിച്ച് മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ട് ദൈവമേ, അവിടുത്തെ ആനന്ദം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകണമേ. ആപാനുഭവം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയെ നഷ്ടപ്പെടാതിരിക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ പാപം മൂലം അങ്ങയിൽ നിന്നും അകന്നു ജീവിക്കുവാൻ ഞങ്ങളുടെ ആത്മാക്കളെ അവിടുന്ന് അനുവദിക്കരുത് എന്ന് മാത്രം നമുക്ക് ദൈവദർശനത്തിൽ പ്രാർത്ഥിക്കാം. ദൈവം ഈ ആനന്ദം നമ്മുടെ ജീവിതത്തിൽ നൽകുമ്പോൾ ബാക്കിയുള്ളതെല്ലാം അതിനോട് ദൈവം നമുക്ക് കൂട്ടിച്ചേർത്തുകൊള്ളും. അതുകൊണ്ട് മുമ്പേ നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കട്ടെ. കർത്താവായ ദൈവമേ, ഈശോയുടെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്ന നമ്മുടെ നിയോഗങ്ങൾ പറഞ്ഞ് ദൈവദർശനതയിൽ പിതാവേ, ഈ കാര്യം ഞങ്ങൾക്ക് വേണ്ടി സാധ്യമാക്കി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ മനുഷ്യരായതുകൊണ്ട് ബാഹ്യമായിട്ടുള്ള ആവശ്യങ്ങളും നമ്മളുടെ ജീവിതത്തിന്റെ ഓരോ ആവശ്യങ്ങളും നമുക്കുണ്ട്. ആ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമ്പോൾ നമ്മൾ സംതൃപ്തരാകരുത്, അല്ലെങ്കിൽ നിലനിൽക്കുന്ന സന്തോഷം അതിൽ നമ്മൾ കണ്ടെത്തരുത് എന്നുള്ളതാണ് ഈശോ ഈ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ചത്. ഇപ്പൊ നമുക്ക് ഒരു കാര്യം നമ്മൾ പ്രാർത്ഥിച്ചു, അത് നമുക്ക് നേടി. പക്ഷെ നമ്മുടെ സന്തോഷം ആ കാര്യങ്ങളിലല്ല, ദാനങ്ങളിൽ അല്ല നമ്മുടെ കണ്ണുകൾ ഉടക്കേണ്ടത്. ദാനങ്ങളാണ് ദൈവം നമുക്ക് നൽകുന്നതെല്ലാം ദാനങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ എത്രയോ ദാനങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ മക്കള്, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, നമ്മുടെ സമ്പത്ത്, ഇതെല്ലാം ദാനങ്ങളാണ്. പക്ഷെ ദാനങ്ങളിലല്ല നമ്മുടെ കണ്ണുകൾ ഉടക്കി നിർത്തേണ്ടത്. ആ ദാനങ്ങൾ നൽകിയ ദാതാവിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈ നിലനിൽക്കുന്ന സന്തോഷങ്ങൾ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത്. ദാനങ്ങൾക്ക് വേണ്ടിയിട്ട്, വരങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാം നമുക്ക്. പക്ഷെ ആ ദാനങ്ങളിലും വരങ്ങളിലും ഒക്കെ നമ്മൾ കണ്ണുടക്കാതെ ആ ദാനങ്ങൾ നൽകിയ ദാതാവിനെ ഓർത്ത് എപ്പോഴും ആ ദാതാവുമായിട്ടുള്ള, ദൈവവുമായിട്ടുള്ള ആ അനുഭവം, ദൈവാനുഭവം അത് ഹൃദയത്തിൽ വളർത്തുവാൻ നമുക്ക് തമ്പുരാനോട് ഈ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് അഭിഷേകം നൽകി, കൃപയ്ക്ക് മേൽ കൃപ നൽകി, ഈ ദൈവാനുഭവം നൽകി ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുൻപാകെ നിന്ന് ബലിയർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഈ ആപാനുഭവത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും, നമ്മുടെ കുടുംബങ്ങളെയും ഈ ദൈവാനുഭവം നൽകി സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മളിപ്പോൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഭവനങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളും എല്ലാം ഈ ദൈവാനുഭവത്താൽ നിറയ്ക്കണമേ എന്ന് തമ്പുരാന്റെ ദർശനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് അത് മതി എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈശോ സമൃദ്ധമായിട്ട് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വഴിയും സത്യവും ജീവനുമായും വിശുദ്ധിയായും നിന്റെ പുനരുദ്ധാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിന്റെ
മരണത്തെ മരണമില്ലായ്മയിലേക്ക് മാനയിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിഹാസത്തിന്റെ അടയാളമായ കുരിശിനെ പുനരുദ്ധാനം വഴി മഹത്വത്തിന്റെ ചിഹ്നമായി ഉയർത്തിയ കർത്താവേ, ഞങ്ങളുടെ ശരീരത്തെ അതിന് ദുരാശകളോടെ കുരിശിൽ തറയ്ക്കുവാനും ആത്മസമർപ്പണത്തിൽ ജീവൻ കണ്ടെത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുദ്ധാനത്തിന്റെ മഹത്വത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ ആചപാലകന്മാരെ സമർത്ഥമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദാരിദ്ര്യത്താലും രോഗത്താലും വലയുന്നവരും സത്യത്തെ പ്രതി പേടി അനുഭവിക്കുന്നവരും അങ്ങയുടെ മഹത്വപൂർണമായ ഉത്ഥാനത്തെയും അവർണ്ണനീയമായ സ്വർഗഭാഗ്യത്തെയും ഓർത്തുകൊണ്ട് നല്ല ഓട്ടം ഓടുവാനും വിശ്വാസം സംരക്ഷിക്കുവാനും വരം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദിവ്യബലിയിൽ സജീവമായി പങ്കെടുക്കുവാനും ഞങ്ങളുടെ ജീവന്റെ ഉയർപ്പിന്റെയും കാരണമായ തിരുശരീര രക്തങ്ങൾ യോഗ്യതയോടുകൂടി സ്വീകരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുദ്ധാനത്തിന്റെ മഹത്വത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ഗീവർഗീസ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ യൗസേപ്പ് മെത്രാപ്പൊലീത്തായും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്ത കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായ ഞങ്ങളുടെ സഹോദരങ്ങളെ സുഖപ്പെടുത്തണമെന്ന് അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റുള്ളവർ, ബന്ധുമിത്രാദികൾ എന്നിവരെയെല്ലാം കാത്തു പരിപാലിക്കണമെന്നും അധികാരികളെയും ശാസ്ത്രീയ ഗവേഷണം നടത്തുന്നവരെയും രോഗപ്രതിരോധ മാർഗങ്ങൾ കണ്ടെത്തുവാൻ അനുഗ്രഹിക്കണമെന്നും ഈ പകർച്ചവ്യാധിയെ പൂർണ്ണമായും ഇല്ലാതാക്കി ലോകത്തെ രക്ഷിക്കാൻ കൃപയുണ്ടാകണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മരണത്തിന്റെ താഴ്വരയിൽ കൂടിയാണ് നടക്കുന്നതെങ്കിലും കർത്താവ് കൂടെയുള്ളതിനാൽ ഭയപ്പെടുകയില്ല എന്ന് ഉദ്ഘോഷിച്ച സങ്കീർത്തകരോട് ചേർന്ന് കുറച്ച് വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ അഖിലാശ്രയിക്കുവാനും അനുതാപത്തോടും പ്രാശനത്തോടും കൂടെ മാനസാന്തര വഴികളിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ നയിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഈ പ്രാർത്ഥനകളെ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാലാഖയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങളെ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. മരണത്തെ ജയിച്ചടക്കിയ മിശിഹായെ, നിന്നെ സഭയിൽ സദാ സന്നിഹിതനായി നവജീവൻ കൊണ്ട് അതിനെ നിറയ്ക്കണമേ. നിന്റെ പുനരുത്ഥാനത്തിൽ പങ്കാളികളാകുവാൻ വേണ്ടി നിന്റെ ബലിജീവിതത്തിൽ ഞങ്ങളെ സഹകാരികളാക്കണമേ. നിന്റെ സമാധാനവും ശാന്തിയും ഞങ്ങളുടെ സമൂഹത്തിലും കുടുംബങ്ങളിലും മനുഷ്യവർഗം മുഴുവനിലും നിരന്തരം വസിക്കുവാനിടയാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും സഹോദരനെ, നിങ്ങൾ കയ്യൊപ്പനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷേകൻ കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്കാ സഭ അങ്ങയുടേതാകുന്നു. ദൈവ സ്വഭാവത്തിൽ അംഗമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈവപ്പ് വഴി നൽകപ്പെടുന്നു.
വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിന് സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രകത്താൽ യോഗ്യരാക്കി. കർത്താവേ, അങ്ങയുടെ ഈ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തെരഞ്ഞെടുത്ത ഈ ജനത്തിൻ്റെയും മേൽ ഉണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്നങ്ങേ ഞങ്ങളുമായി രമിതപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിനെ ഞാനെന്നും പുകഴ്ത്തും. കുരിശിലെ മരണത്താൽ രക്ഷ പകർന്നവനാ മിശിഹാനാഥാനിൻ ഉദ്ധാരത്താൽ മൃതരെല്ലാം ജീവൻ വീടും ഒരുപോലെ സ്വന്തം തനയനെ രക്ഷിക്കാനാ പാരിലയച്ചു നീ തിരുനാമം വാഴ്ത്താമനുവേലം. അവിടുത്തെ മഹത്വപൂർണമായ നാമം എന്നും വാഴ്ത്തപ്പെടട്ടെ. കുരിശിൽ മരണത്താൽ രക്ഷ പകർന്നവനാ മിശിഹാനാഥാനിൻ ഉദ്ധാരത്താൽ മൃതരെല്ലാം ജീവൻ നേടും ഒരുപോലെ സ്വന്തം തനയനെ രക്ഷിക്കാനാ പാരിലയച്ചു നീ തിരുനാമം വാഴ്ത്താമനുവേലം. കാതലും അതുപോലാത്മജനും ദിവ്യറുഹായും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമോർത്തിടാ പാവനമീ ബലിയിൽ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മർത്തോമായും നിണസാക്ഷികളെയും സ്വൽക്കന്മികളെയും ബലിതിലോ നീടാ. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും മഹിതോത്ഥാനത്തിൽ
ശരണം തേടുന്നു ഉദ്ധിതരായിടുവാൻ. തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ നിത്യം വാഴ്ത്തിയിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിനെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും അതിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിനെ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിലുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകളെ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈനികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകരുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീ പുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശുദ്ധായ സ്നേഹിതനും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസനും മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിന്റെ ജീവനും കാരണമാകട്ടെ. ആശീർവദിക്കണമേ എന്റെ സഹോദരനെ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ട നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംവേദനാവുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശ്രദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ സമർപ്പിക്കുന്നു എപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിലെ സമാധാനം ഉണ്ടാകുവാൻ വത്സരത്തിലെ വിവിധ കാലങ്ങൾ അങ്ങയുടെ കൃപയാൽ അനുഗ്രഹീതവും ഐശ്വര്യപൂർണ്ണമാകുവാനും വേണ്ടി ഈ ബലി അങ്ങ് കൈക്കൊള്ളണമേ. അങ്ങയുടെ സന്നിധിയിൽ അർപ്പിക്കപ്പെടുന്ന ഈ കുർബാനയുടെ സ്വീകരണത്തിന് യോഗ്യരായി എല്ലാ സഭാ
താഴ്ത്തി വിചാരങ്ങളിൽ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങളെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവ്വപിതാവാം അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവർ തന്ന ദൈവമേ നിത്യം ആരാധ്യൻ, രാജാവേ നിൻ സന്നിധിയിൽ. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും ഇതിലുള്ള സകലത്തെയും ഇനിയോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിവീരന്മാരും അരുവികളുമായ സ്വർഗീയ സൈന്യം അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുവികളുമായ ക്രവന്മാരോടും സാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് ഞങ്ങളും ആരാധന. ഒന്നായി ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൽ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ. മണ്ണും മിണ്ണും നിറയുന്നു മന്നവനാരുടെ മഹിമകളാൽ. ഉന്നത വീഥി ഹോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവ്, വീണ്ടും വരുവോരും വന്യം. ഉന്നത വീഥിയിൽ ഹോശാന. ദൈവമേ, സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ പറഞ്ഞിരിക്കുന്ന അപജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായവരെ ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ മനുഷ്യന്റെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ ആശയമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി
അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ രക്തമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുന്നു. ഞാനീ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ നിന്ന് ചൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസനിതായിപ്പോൾ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹങ്ങളാണ് നീ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിക്കുകയും ചെയ്തു. കർത്താവേ, നീ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. എപ്പോഴും ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മരുദക്ഷനുമായ മാർ യോസേഫ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സന്യസ്തർ, അൽമായ പ്രേക്ഷകർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വാർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശയോടെ കാത്തു നിൽക്കുന്ന ഈ ആരാധന സമൂഹത്തിന് വേണ്ടിയും ആത്മീയവും ഭൗതികവുമായ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ദൈവമേ, അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കൃപാന അവിടുന്ന് സ്വീകരിക്കണമേ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ എനിക്ക് വേണ്ടിയും മിശിഹായുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ
അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും സംരക്ഷണവും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും അങ്ങ് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അയച്ചുവെന്നും ഉപവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്നേഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരകന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകർ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവനായമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസനും അങ്ങ് നൽകിയ പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ശംസിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും വൈവിധ്യജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായ യാതൊരുപൂർവ്വം പ്രാർത്ഥിക്കും. സമാധാനം നമ്മോട് കൂടെ. നിന്റെ ദാസരുടെ ഈ കൃപാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും മൗദ്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശ നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി വേണ്ട മഹനീയവും വിസ്മയവും രക്ഷാകുറിച്ച് നിരന്തരം പ്രവർത്തിക്കുന്നു. നമ്മുടെ വിശുദ്ധനും ഒരു രക്തത്താൽ രക്ഷയുടെ സഭയിൽ സന്തോഷത്തോടെ പ്രത്യാശയോടെ ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുകയും ചെയ്യും. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായ മിശിഹായേ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും വിശിഷ്യ പരിശുദ്ധ കത്തോലിക്കാ സഭയിലും നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. സാംക്രമിക രോഗങ്ങൾ ഒഴിവാക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവകവും ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്വർഗത്തിൽ വസിക്കുന്നവനെ, അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തി. ദാസന്മാരുടെ കണ്ണുകളെ നാഥന്റെ പക്കലേക്കും ദാസിയുടെ കണ്ണുകളെ നാഥിയുടെ പക്കലേക്കും എന്നതുപോലെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. അതുപോലെ ഞങ്ങളുടെ കണ്ണുകൾ അങ്ങയെ തന്നെ നോക്കിയിരിക്കും. ഞങ്ങളോട് കരുണ തോന്നണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ
ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗത്തിലെ നിന്നാഗതമാ ജീവൻ നൽകിയ അപ്പം ഞാൻ സ്നേഹമോടെ കൈക്കൊള്ളുവോ എന്നിലെ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. വിശ്വാസിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിനായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും അത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപങ്ങളുമാകുന്ന ശരണത്തോടെ അപരാധങ്ങളെ തിരിഞ്ഞുകൊണ്ട് പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ട് സഹോദരന്റെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്നും നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. ജീവനും കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ഈ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വമോടെ ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗ്ഗരാജ്യത്തിൽ സകല വിശുദ്ധരോടൊന്ന് സ്തുതിക്കുവാൻ ഞങ്ങളുടെ ആദരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനം ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തേണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന ആദരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രകാരം പ്രാർത്ഥിക്കണമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സാൽ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ദൈവമേ, കൃപാപൂർണനായ ജനപിതാവേ, ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയുടെ സൈന്യങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യതയാരുടേതാകുന്നു എപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകറുഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവേ, നിൻ മാംസദിനങ്ങൾ കൈക്കൊണ്ടവരാം മർത്യർക്കെല്ലാം സ്വർലോകത്തിലെ വാരവരം പാടി നമിക്കാൻ വരമേകണമേ. അവിടുത്തെ കാരണത്താൽ
എപ്പോഴും നീക്കുവാൻ കർത്താവിനെ ആരാധിക്കുന്ന സഹോദരനെ വരുവിൻ, അവിടുത്തെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുവിൻ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ ഞങ്ങളുടെ ശരീരവും പാനം ചെയ്ത ദുരിതവും ഞങ്ങൾക്ക് ശിക്ഷാവധിക്ക് കാരണമാകാതെ കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിന് നിന്റെ സന്നദ്ധയിൽ സന്തുഷ്ടിക്ക് നിദാനമാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. മോദം കലർന്നു നിന്റെ ഉൾക്കൊണ്ട നിന്റെ ദാസരിൽ സ്നേഹം തോടുമ്പിടുന്ന നാദാനി നവ്യജീവൻ ചോരിഞ്ഞിടണമേ. ദേവാലയത്തിൽ ദിവ്യകർമ്മങ്ങൾ കണ്ട കണ്ണുകൾ, ദേവാലയത്തിൽ ദിവ്യകർമ്മങ്ങൾ കണ്ട കണ്ണുകൾ ലോകാവസാന നാളിൽ ആകാശമാറിൽ ആരമ്യ കാന്തി കാണണം. ലോകാവസാന നാളിൽ ആകാശമാറിൽ ആരമ്യ കാന്തി കാണണം. നിന്ദിവ്യ കീർത്തനങ്ങൾ പാടി തെളിഞ്ഞ നാവുകൾ, നിന്ദിവ്യ കീർത്തനങ്ങൾ പാടി തെളിഞ്ഞ നാവുകൾ എന്നെന്നും ഉന്നതത്തിൽ മാലാഖമാരോ നിൻഗാനം ആലപിക്കണം. എന്നെന്നും ഉന്നതത്തിൽ മാലാഖമാരോ നിൻഗാനം ആലപിക്കണം. നിൻ ദിവ്യ കീർത്തനങ്ങളെ കേട്ടുണർന്ന കാതുകൾ, നിൻ ദിവ്യ കീർത്തനങ്ങളെ കേട്ടുണർന്ന കാതുകൾ ജീവന്റെ നാട്ടിലേക്കു നാഥൻ വിളിച്ചിടുന്ന
സ്വർഗരാജ്യത്തു സഞ്ചരിക്കണം. വിണ്ണിലെ കൊതിച്ചുയർന്നു കൺമഞ്ചിടുന്ന സ്വർഗരാജ്യത്തു സഞ്ചരിക്കണം. മോദം കലർന്നു നിന്നെ ഉൾക്കൊണ്ട നിന്റെ ദാസരിൽ സ്നേഹം തുളുമ്പിടുന്ന നാഥ കനിഞ്ഞു നവ്യ ജീവൻ ചോരിഞ്ഞിടണമേ, ജീവൻ ചോരിഞ്ഞിടണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദിവ്യവുമായ കുർബാനയിൽ സമീപിച്ച് ഇവയിൽ പങ്കുള്ളാക്കപ്പെടുന്നവർക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾ സ്വീകരിച്ച ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ ഉദ്ധാനത്തിന് അച്ചാരമായി ഭവിക്കട്ടെ. മനുഷ്യവംശത്തിന് അങ്ങ് നൽകിയ മഹത്വത്തെ ഓർത്ത് സുഖരാജ്യത്തിൽ സകലനീതിമാന്മാരോടുകൂടി അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ മനുഷ്യവംശത്തിന്റെ പ്രത്യാശയായ മിശിഹായ കുർബാന വഴി ഉത്ഥാനത്തിന്റെ രഹസ്യത്തിൽ നീ ഞങ്ങളെ പങ്കുകാരാക്കി. തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ ഞങ്ങൾ നിന്റെ അനന്തകാരണത്തിൽ നിന്നും നന്ദി പ്രകാശിപ്പിക്കുന്നു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം പാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വം സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. പാപവിമോചനമേകിടുവാൻ പാരിനു ശാന്തി പകർന്നിടുവാൻ ക്രൂശിതനായൊരു നാഥാനിൻ ഉദ്ധാനം പരമാനന്ദം. ഉദ്ധിതനാഥൻ മാനവരിൽ പാവന ശാന്തി നിറയ്ക്കട്ടെ. സ്വാതന്ത്ര്യത്തിൻ വീതികളിൽ നിത്യം നമ്മെ നയിക്കട്ടെ. വാഗ്ദാനം പോലനവരതം വിശ്വാസത്തിൽ വളർന്നിടുവാൻ ഉദ്ധിതനെ ഘോഷിക്കാൻ ദൈവം വരനിത ചൊരിയട്ടെ. ജീവൻ പകരും നിർമ്മലമാ പാവന ദിവ്യരഹസ്യങ്ങൾ നിത്യമഹത്വം നൽകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ഈശോയെ നന്ദി, ബാവായെ നന്ദി, റൂഹായെ നന്ദി, കുർബാനയ്ക്കായി. ഈശോയെ നന്ദി, ബാവായെ നന്ദി, റൂഹായെ നന്ദി, കുർബാനയ്ക്കായി. ഈശോയെ നന്ദി, ബാവായെ നന്ദി, റൂഹായെ നന്ദി, കുർബാനയ്ക്കായി. നിത്യപുരോഹിതനായ യേശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട ജനങ്ങളെ മലിനമാവാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ നടിയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ അഗ്നിയെ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളെ നടത്തുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരെ ലോകതന്ത്രത്തിൽ നിന്നും സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ പരസമർത്ഥങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ അവരുടെ ആനന്ദവും ആശ്വാസവും ഹരിതന്റെ സൗഭാഗ്യത്തിന്റെ ഔടവുമായി തീരട്ടെ. ലോകരക്ഷകനായ യേശു, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകളെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ